ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി. എൻ്റെ ഒപ്പം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ കൊബ്രാഗഡെ ഉണ്ടായിരുന്നു. മിനിസ്ട്രിയിൽ നിന്ന് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മറ്റായ ഹയർ ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ആശാ സമരം സംബന്ധിച്ച കാര്യങ്ങൾ, ആശമാരുടെ പൊതുവിഷയങ്ങൾ, പ്രശ്നങ്ങൾ അദ്ദേഹം വളരെ വിശദമായിട്ട് കേട്ടു. അതിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ അഭ്യർത്ഥനകൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വുമൻ വോളണ്ടിയർ എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗൈഡ് ലൈൻ, യൂണിയൻ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇൻസെന്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്, അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ നമുക്ക് 19-ാം തീയതിയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചത്. 20-ാം തീയതി അദ്ദേഹത്തിന് തിരക്കായിരുന്നതുകൊണ്ടാണ് എന്നുള്ളത് അദ്ദേഹം അറിയിച്ചു. അതിലെ ആ അപ്പോയിന്റ്മെന്റ് നമ്മൾ തേടിയതിലാണ് ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെയും കൂടി സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് കണ്ടത്. ഇതുകൂടാതെ സംസ്ഥാനം നടത്തുന്ന TB എലിമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. നല്ല നിലയിൽ, ഏറ്റവും നല്ല നിലയിൽ രാജ്യത്ത് കേരളം ആണ് നടത്തുന്നത് എന്നുള്ളത് പറഞ്ഞു. മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു 4 വിഷയങ്ങളാണ് സംസാരിച്ചത്. ഒന്ന് ആശാമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, അതോടൊപ്പം തന്നെ നമ്മുടെ ആശമാർ ഉയർത്തുന്ന വിഷയങ്ങൾ, അത് കേന്ദ്ര സ്കീമാണ് ആശ എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ മുൻപാകെ ഇക്കാര്യം വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചു. ഇതുതന്നെയാണ് ആദ്യമായിട്ട് 1ാമത്തെ അജണ്ടയായിട്ട് സംസാരിച്ചത്. അതോടൊപ്പം നമുക്ക് 2023-24 ശേഷിക്കുന്നത് നൽകുന്നത് സംബന്ധിച്ച കാര്യം, അതും വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അത് പരിഗണിച്ച് അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണമെന്നുള്ളതും അഭ്യർത്ഥിച്ചു. അപ്പോൾ കേരള സ്പെസിഫിക് ആയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അത് പരിശോധിക്കാമെന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം ഈ ഓൺലൈൻ ഡ്രഗ്സ് വിൽപ്പന, ഇപ്പോൾ പല ജിമ്മുകളിൽ ട്രക്ക് കൺട്രോളറൊക്കെ നടത്തിയ റെയ്ഡിൽ സ്റ്റെറോയിഡ്സ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റെറോയിഡ്സ് കണ്ടെത്തിയിരുന്നു. ഏത് മരുന്നും ഓൺലൈനിൽ അവൈലബിൾ ആകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളത് നേരത്തെ തന്നെ റെപ്രസെന്റേഷൻ കൊടുത്തിരുന്നു. കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. ഇക്കാര്യവും ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഇതിൽ 1ാമത്തെ വിഷയമായിട്ട് ഈ ഇന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് തേടിയത് എന്നുള്ള കാര്യവും, അങ്ങനെ 1ാമത്തെ കാര്യം അതുതന്നെയാണ് ചർച്ച ചെയ്തത്. ഈ ആശാസമരത്തിന്റെ കാര്യത്തിൽ കൃത്യമായൊരു മറുപടി ലഭിച്ചോ? ഇൻസെന്റീവ് കൂട്ടുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഫണ്ടാണല്ലോ കൂട്ടേണ്ടത്. അപ്പൊ അക്കാര്യത്തിൽ എന്തെങ്കിലും അല്ല, അത് ഇൻസെന്റീവ്സ് എന്ന് പറയുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും കൂടെയാണ്. 60-40 അതായത് 60 കേന്ദ്ര സർക്കാരും 40 സംസ്ഥാന സർക്കാരുമാണ്. അപ്പോൾ ഇക്കാര്യം കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ് എന്നുള്ളത്, ക്ഷമിക്കണം, എനിക്ക് വൈറൽ ഫീവറിന് ശേഷമുള്ള ആ ഒരു ഇൻഫെക്ഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 60-40 എന്നുള്ളത് 40 സ്റ്റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം അത് പരിശോധിക്കുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ പരിശോധനയിലാണെന്നുള്ളത് പറഞ്ഞു. അക്കാര്യവും പറഞ്ഞിരുന്നു. എയിംസിന്റെ കാര്യവും സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് സ്ഥലം കൊടുത്തത് സംബന്ധിച്ചും, അതായത് 150 ഏക്കർ ഗവൺമെന്റ് ലാൻഡും 50 ഏക്കർ അക്വിസിഷനും അതിന്റെ പ്രോസസ്സ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ് കൊടുത്തതും മിനിസ്ട്രിയിൽ ഉള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അത് കേരളത്തിന് അത് വേണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാടും. അത് ലഭിക്കും, അത് വൈകാതെ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ആദ്യ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു കത്ത് ലഭിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി നമുക്കത് നൽകാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അടുത്ത ഒരു എയിംസ് അനുവദിക്കുന്ന ഘട്ടത്തിൽ നൽകാമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അത് ഇന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. ഈ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഒന്നും കേരളത്തിന് തരാനില്ല എന്നാണ് രാജ്യസഭയിൽ JP നദ്ദ പറഞ്ഞത്. അപ്പോൾ ആ കുടിശ്ശികയുടെ കാര്യത്തിൽ ഒരു കൃത്യമായൊരു, ഞാൻ ഈ മീറ്റിംഗിൽ ആ വിഷയം ഉയർത്തി, ഈ വിഷയം പറഞ്ഞിരുന്നു. അപ്പോൾ അത് പരിശോധിക്കാമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. പൊതുവിൽ പോസിറ്റീവായിട്ടുള്ള, അപ്പം അങ്ങനെ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടിയാണ് ഞാൻ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ആ ശേഷിക്കുന്നുള്ളത് അത് ഓഫീസേഴ്സിനോട് അത് പരിശോധിച്ചിട്ട് അതിലാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ സാമ്പത്തിക വർഷം നടത്താമെന്നുള്ളതും പറയുകയുണ്ടായി. പൊതുവിൽ വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ ഉപമന്ത്രി ഈ വിഷയങ്ങളെ സമീപിച്ചത്. ആ നിലയിൽ തന്നെ അത് പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. ആശമാരുടെ വിഷയം സംബന്ധിച്ച കാര്യത്തിൽ വളരെ വിശദമായി തന്നെ ഒന്നാമത് അത് തന്നെയാണ് ചർച്ച ചെയ്തത്. വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹം കേട്ടു. അതിനുശേഷം ആണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിൽ പരിശോധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓഫീസേഴ്സും അക്കാര്യം പറയുകയുണ്ടായി. ലാപ്സായ പണം തരുന്നതിൽ അതിൽ എന്താണ് അവർ ഒരു എന്ത് നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ഫണ്ട് ലാപ്സായ ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. കാരണം 2023-24 മുതൽ നമ്മൾ പറയുന്ന കാര്യമാണല്ലോ. അതായത് അത് കോബ്രാൻഡിംഗ് സംബന്ധിച്ച വിഷയമാണ്. അപ്പോൾ അത് ആദ്യം ഡിസംബറിൽ നമ്മളത് നൽകിയിരുന്നു. അതിനുശേഷം വേറൊരു രീതിയിൽ മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്ന് നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ അതെല്ലാം പറഞ്ഞിരുന്നു. അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഫർദർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ഈ കൂടിക്കാഴ്ച ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുന്നു എന്ന മന്ത്രിയുടെ ഉറപ്പ്, അതെല്ലാം ഈ ആശാ സമരത്തെ സ്വാധീനിക്കുമെന്ന് അല്ലെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് മന്ത്രി പ്രതീക്ഷിക്കുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട അതായത് കേന്ദ്ര സ്കീമാണല്ലോ ആശ, കേന്ദ്രാവിഷ്കൃത സ്കീമാണ് ആശ. അപ്പോൾ അതുകൊണ്ടാണ് നിരാഹാര സമരത്തിന് മുൻപ് നടന്ന ചർച്ചയിൽ അവരോട് ഞാൻ പറഞ്ഞത് ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുൻപാകെ നമുക്ക് ഉന്നയിക്കാം. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്ന് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രമിച്ചതും മെയിൽ അയച്ചതും 19-ാം തീയതി. അപ്പോൾ ഇന്നത്തെ കൂടിക്കാഴ്ച തീർച്ചയായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ. നമുക്കൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ആശ, അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമല്ലോ. അതായത് കേന്ദ്ര ഗൈഡ് ലൈനിൽ സംസ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് വിമൻ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ഇക്കാര്യവും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മുമ്പാകെ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം സംസാരിച്ചു. നൽകിയ റെപ്രസെന്റേഷനിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വിമൻ വോളണ്ടിയർ എന്നുള്ളത് മാറ്റി വർക്കേഴ്സ് ആക്കണം എന്നുള്ള ആവശ്യം പറയുകയുണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ മുൻപാകെ നമ്മുടെ സംസ്ഥാനത്തെ ആശമാർക്ക് വേണ്ടിയിട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെയും നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ JP നദ്ദ അദ്ദേഹം കേന്ദ്ര ആരോഗ്യ മന്ത്രിയെ ചുമതലയേറ്റതിന് ശേഷം ഞാൻ വന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയിലും ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം ഞാൻ പറയുകയും ഇവിടെ നിന്ന് തന്നെ നിങ്ങളോട് ഇക്കാര്യം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ ചർച്ചയിലും ഈ വിഷയം സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വളരെ പ്രാധാന്യത്തോടു കൂടി ആണ് ഈ വിഷയം വളരെ വിശദമായി സമയമെടുത്ത് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെന്റ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഈ നിലയിലാണ് സ്കീം എന്നുള്ളത് ആശമാരോട് ഇത് പറയണം എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഈ നിലയിലാണ് കേന്ദ്ര സ്കീം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയണം എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഉപയോഗിച്ച് സമരം പിൻവലിക്കണം അല്ലെങ്കിൽ സമരത്തിൽ നിന്ന് പിന്മാറുന്ന അഭ്യർത്ഥനയുണ്ട്. എന്താണ് ഈ സമയത്ത് കേന്ദ്രമന്ത്രി ചർച്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞ കാര്യം അവരോട് പറയുന്നു. ഈ സാഹചര്യത്തിൽ പിടിവാശിയൊക്കെ പിൻവലിച്ചുകൊണ്ട് സമരം പിൻവലിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ടോ? അല്ല, ഞാൻ 2 തവണ ആശമാരോട് ചർച്ച നടത്തിയിരുന്നു. ആ 2 ചർച്ചയിലും ഞാൻ ആവശ്യപ്പെട്ട കാര്യമാണ്. ഇതിൽ ആശമാരുടെ വിഷയത്തിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടെടുക്കുന്ന സ്റ്റേറ്റാണ്, എടുത്തിട്ടുള്ളതാണ്. നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെയും അത് ഇംപ്ലിമെന്റ് ചെയ്ത രീതിയുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ മാത്രം മതിയാകും കേരളം എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു 8 വർഷക്കാലം നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ അടിസ്ഥാനത്തിൽ ആശമാരുടെ വിഷയം ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പ്രായോഗികമായി വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കാവുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സമരം പിൻവലിക്കണം എന്നാണ് നിരാഹാര സമരത്തിന് മുൻപും ഞാൻ പറഞ്ഞിരുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇൻസെന്റീവ് കൂട്ടുമ്പം സംസ്ഥാന സർക്കാർ കൂടിയാണ് കൂട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഓണററിയുമാണല്ലോ കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നേരത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടുത്തുകൊണ്ടിരുന്നത് കേരളം തന്നെയാണ്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ 1000-ൽ നിന്ന് 7000 ആക്കുമോ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ? അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? അങ്ങനെയല്ല. അത് പ്രായോഗികമായി ഇതിപ്പോ
അതെന്താണ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നോക്കും. അതിൽ ഇൻസെന്റീവ്സ് കേന്ദ്രം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ 40% സ്റ്റേറ്റ് ആണല്ലോ വർദ്ധിപ്പിക്കുന്നത്. 100 രൂപ കൂട്ടിയാൽ 40 രൂപ കൂട്ടേണ്ടത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തീരുമാനം പൊതുവിൽ ഉണ്ടാകണം എന്നുള്ളത് സംബന്ധിച്ചാണ് നമുക്ക് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അക്കാര്യം ബഹുമാനം, കാരണം ഇത് ഇൻസെന്റീവ് ബേസ്ഡ് ആയിട്ട് ഒരു മുന്നോട്ട് പോകുന്നു. ഇപ്പം നമ്മൾ ആശമാർക്ക് 10,000 രൂപ ഉറപ്പായിട്ടും 7,000 ഓണറേറിയം പ്ലസ് ഫിക്സ്ഡ് ഇൻസെന്റീവ്, അതിൽ 3,000 രൂപ, അതിൽ 1,600 രൂപ കേന്ദ്രം, 1,400 രൂപ സംസ്ഥാനം. അപ്പോൾ 10,000 രൂപ ഉറപ്പായിട്ട് കിട്ടുമ്പോൾ 8,400 കൊടുക്കുന്നത് സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത്. 13,000 രൂപ കിട്ടുമ്പോൾ വീണ്ടും ഒരു 1,400 കൂടി സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. അടുത്ത 3,000-ൽ അതിന്റെ 40% ഷെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രാജ്യത്ത് പൊതുവിൽ പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ പുതിയ ഒരു സ്റ്റേറ്റ് ഇപ്പോൾ പുതുതായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ഒരു നടപ്പിലാകാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് വാർത്തകളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ നിലവിൽ നമ്മളാണ് ഏറ്റവും നന്നായി കൊടുത്തുകൊണ്ട് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കേന്ദ്രത്തിന്റെ ഒരു 60% അവർ കൂടി ഹൈക്ക് ചെയ്യുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് നമ്മളും ചെയ്യണം 40% എന്നുള്ളത്. അതുകൊണ്ട് കേന്ദ്രാവിഷ്കൃത സ്കീമാണ്. ഇനി ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ കാറ്റഗറി, ഈ വുമൻ വോളണ്ടിയർ എന്നുള്ളത്, ഒരു സന്നദ്ധ സേവനം എന്നുള്ളത് മാറി ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ ആ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണല്ലോ. എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കേന്ദ്രം മാറ്റം വരുത്തേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അക്കാര്യം കൂടിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര, അവർ ആശുമാരുടെ ആവശ്യങ്ങളിൽ പെടുന്നത് ഇതെല്ലാമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ഉന്നയിച്ചത്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇത് കേട്ടത്. രാജ്യത്ത് എല്ലായിടത്തും ഉള്ള ആശുമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊതുവിൽ ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് കേന്ദ്രം വളരെ ഗൗരവത്തോടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. ഈ മീറ്റിംഗിൽ എന്നോട് ഇക്കാര്യം അദ്ദേഹം പറയുകയും ഇക്കാര്യം ഉൾപ്പെടെ നമ്മുടെ ആശമാരോട് ഇക്കാര്യം അവരെ കൂടി അവരോട് ഇത് പറയണമെന്നുള്ളത് കൂടി ആ നിലയിൽ ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി. ഇതിന് പ്രത്യേകമായി ആരും ആശാപ്രമേയം ചർച്ച ചെയ്യാൻ നിയോഗിക്കും. ഇപ്പോൾ കേന്ദ്രത്തിൽ ചർച്ച നടത്തി കാര്യങ്ങൾ ആശാപ്രമേയം അറിയിക്കില്ല. അത് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം ഉണ്ടാകുമോ? അല്ല, ചർച്ചയ്ക്കൊന്നും നമുക്കൊരു ചർച്ച നടത്തില്ല എന്നൊരു ഇതില്ല, ഒരു കടുംപിടുത്തമൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് ചർച്ച നടത്താമല്ലോ. ഇപ്പൊ ചർച്ച വിശദാംശങ്ങൾ അവരെ അറിയിക്കും. അല്ല, അത് നമുക്ക് നോക്കട്ടെ. ACS-ഉമായിട്ട് ഇപ്പോൾ ACS എന്റെ കൂടെ ഉണ്ട്. അതെന്താണ് നമുക്ക് നോക്കേണ്ടത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ INTUC ചർച്ച നടത്തണമെന്നുള്ളൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഈ സമരം മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ എല്ലാവരെയും കൂട്ടി ഒരു ചർച്ച നടത്തണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും കൂട്ടി അവരാവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ചർച്ച നടത്തണം ആശമാരുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളത്. അപ്പോൾ അവരാവശ്യപ്പെട്ട സ്ഥിതിക്ക് എല്ലാവരെയും കൂട്ടിയൊരു ചർച്ച തൊട്ടടുത്ത ദിവസം തന്നെ. INTUC ആണ് ഇപ്പോൾ ഈ ഒരു സമരം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു പൊതുവിലൊരു ചർച്ച നടത്തി. കാരണം ഈ 2 തവണയും സമരം നടത്തുന്ന SUCയുടെ നേതൃത്വത്തിലുള്ള ആശുമാരോടാണ് നമ്മൾ ചർച്ച നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എല്ലാവരെയും ഒരു ചർച്ച നടത്തണമെന്നുള്ളത് INTUC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടി എല്ലാവരെയും കൂട്ടിയൊരു ചർച്ച നടത്തണമെന്ന് കാണുന്നുണ്ട്. ആ ചർച്ചയിൽ ഈ കാര്യം പറയും. തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. തൊട്ടടുത്ത് താമസം. ഏതാ? പിന്നില്ലേ, ഏതാനും 2-3 ദിവസത്തിനകം ഉണ്ടാവും. ഓ